സയനൈഡ് മോഹൻ ഇന്ത്യയിലെ ഏറ്റവും ഭയങ്കര പ്രമാദമായ ഞെട്ടിച്ചൊരു കേസാണ് സയനൈഡ് മോഹന്റെ കേസ്. അതായത് ഒരുപാട് സ്ത്രീകളെ പ്രണയം നടിച്ച് വലയിലാക്കിയിട്ട് അയാളൊരു സ്കൂൾ അധ്യാപകനാണ്, പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ അയാൾ ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ച് അല്ലെങ്കിൽ സ്നേഹം നടിച്ച് വലയിലാക്കിയിട്ട് അയാൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റൂമെടുത്ത് അവരുമായിട്ട് ഔട്ടിങ് പുറത്തു പോയി റൂമെടുത്ത് അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് എന്നിട്ട് അവർക്ക് ഈ ഗർഭനിരോധന ഗുളിക എന്ന രീതിയിൽ ഒരു ഗുളിക കൊടുക്കുന്നു, അത് കഴിക്കുന്നു, അവർ കൊല്ലപ്പെടുന്നു. അതിനുശേഷം അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് ഇയാളെ മുങ്ങാണ് ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഇയാളെ എന്താ പറയാ കൊലക്കിരയായിട്ടുണ്ട്. ഒരുപാട് പേര് ഇയാളങ്ങനെ കൊന്നു തള്ളിയിട്ടുണ്ട്. കാണാതായ ഒരു സ്ത്രീയുടെ സിം നമ്പർ ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുകയും അതായത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അത് അന്വേഷിച്ച് ട്രേസ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു യുവാവിനെയായിരുന്നു. ആ യുവാവിലൂടെയാണ് മനസ്സിലാവുന്നത് ഈ ചെറുപ്പക്കാരന് ആ സിം ആരാ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ ചെറുപ്പക്കാരന്റെ അമ്മാവനാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ അമ്മാവനെ പോലീസ് ഉറപ്പിച്ചു അയാളായിരിക്കും ക്രിമിനൽ എന്ന്, കൊലയാളി എന്ന്. അങ്ങനെ അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ചുരുളയുന്നത്. അയാളാണ് മോഹൻ. അങ്ങനെ അയാൾക്ക് കൊടുത്ത പേരാണ് മോഹനൻ മാഷൻ, പ്രൈമറി സ്കൂൾ അധ്യാപകൻ. അങ്ങനെ അയാൾക്ക് കിട്ടിയ പേരാണ് സയനൈഡ് മോഹൻ. കാരണം സയനൈഡ് കൊടുത്തിട്ടാണ് അയാൾ ഇരകളൊക്കെ അയാൾ കൊല്ലുന്നത്. യാതൊരു സംശയത്തിനും ഇടവരുത്തിയിട്ടില്ല. ഇവരുമായിട്ടൊക്കെ ഇയാള് പ്രണയം നടിച്ച് അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ പുറത്തുപോയി റൂം എടുക്കുമ്പോൾ ബസ് സ്റ്റാൻഡിനടുത്താണ് ഇയാൾ റൂം എടുത്തത്. മാത്രമല്ല റൂമിലെത്തിക്കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇവരുമായിട്ട് പുറത്തു പോവുകയും ആ പുറത്തു പോകുന്ന നമുക്കൊരു ഔട്ടിങ്ങിന് പോകാന്ന് പറഞ്ഞ് പുറത്തു പോകും. ആ പുറത്തു പോകുന്ന സമയത്ത് ഈ ഗർഭനിരോധന ഗുളിക കൊടുക്കുകയും ഇവര് ബസ് സ്റ്റാൻഡിൽ ഈ കൊല്ലപ്പെട്ട സ്ത്രീകളൊക്കെ ഓരോ ബസ് സ്റ്റാൻഡിലെ ബാത്റൂമുകളിലാണ് മരിച്ചു വീണത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. കാരണം ഈ ബാത്റൂമിൽ കയറിയിട്ടാണ് അവർ ഈ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഈ ഗുളിക കഴിക്കുമ്പോൾ അവിടെ അവർ ബോധരഹിതമായി പോയി ഇയാൾ റൂമിൽ പോയി ഇവരെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി മുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരൊറ്റ സിമ്മ് പ്രവർത്തിച്ചതുകൊണ്ട്, കാണാതായ ഒരു സ്ത്രീയുടെ ഒരു സിമ്മ് എന്താ പറയാ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇയാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഇയാളെ മരുമകനാണ് ആ സിമ്മ് ഉപയോഗിച്ചത്. ആ മരുമകനിലൂടെ ഇയാളിലേക്ക് എത്തി ഇയാളെ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങളുടെ ചുരുളയുകയാണ് ചെയ്തത്. ഈ വിഷയം പ്രധാനമായിട്ട് പറയാൻ കാരണം അയാളിപ്പം ജയിലിൽ കിടക്കാണ്. പ്രധാനമായിട്ട് പറയാൻ കാരണം ഈ ഒരു സിനിമ നമ്മുടെ മമ്മൂക്കയുടെ ഒരു സിനിമ വരുന്നുണ്ട്. പിന്നെ ആ പടത്തിന്റെ പേര് കളങ്കാവൽ എന്നാണ്. അതിലെ കഥയും ഇതുവരത്തൊക്കെ ഇതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു റൂമറുണ്ട്. കാരണം അത്ര പോലും പ്രമാദമായ ഒരു കേസാണ്, അത്ര ക്രൂരമായ ഒരു കൃത്യമാണ് ഇയാൾ ചെയ്തത്. സാമ്പത്തികമായിട്ട് കുറെ പിന്നോക്കം നിൽക്കുന്ന യുവതികളെയൊക്കെ പ്രലോഭിപ്പിച്ച് സ്നേഹം നടിച്ചിട്ടാണ് ഇയാൾ എന്താക്കുന്നത്, ഇയാളെ ഇംഗിതത്തിന് കൊണ്ടുവന്ന് അവരായിട്ട് രതിയിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ കൊന്ന് അവരെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാണ് ഇയാൾ ചെയ്തത്. മാത്രമല്ല ഇവരെ മെയിനായിട്ട് ഇവരെ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഇയാൾ ഉപയോഗിച്ചത് ജോലിയാണ്. ഇയാൾക്ക് ഒരു സർക്കാർ ജോലി ഉണ്ടെന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇയാൾ ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീകളൊക്കെ കുടുക്കിയതും അവരുമായിട്ട് സ്നേഹം നടിച്ച് സൗഹൃദത്തിലായി അവരെ വഞ്ചിച്ചതും അവരെ കൊലപ്പെടുത്തിയതൊക്കെ ഈ ഒരു പേര് പറഞ്ഞാണ്, അത് ഈ സർക്കാർ ജോലി പറഞ്ഞിട്ടാണ് അയാൾ ഇത് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. അപ്പൊ ഇതിപ്പോ പ്രധാനമായിട്ട് കത്താൻ കാരണം മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്, ഇതാണെന്ന് പറയുന്നുണ്ട്, കണ്ടറിയാം. അപ്പൊ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഷെയർ ചെയ്താണ്. മാത്രമല്ല ഇതിന്റെ മുന്നേ ഈ സയനൈഡ് എന്ന് പറയുന്ന സാധനം കൊണ്ട് ഒരുപാട് പേര് ഇവിടെ ചരിത്രം തെറ്റിച്ചിട്ട് അത്രയും മാരകമായ ഒരു കൊടും വിഷമാണ് സയനൈഡ്. ഇത് പിന്നെയുള്ളത് സയനൈഡ് മല്ലിക. ഈ സയനൈഡ് പോലുള്ള മാരക വിഷം കൊണ്ട് പലരെയും എന്താ പറയാ കൊന്ന്, ഈ സയനൈഡ് മോഹനെ പോലെ തന്നെ കൊന്ന് ചരിത്രം തെറ്റിച്ച ഒരാളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരുന്ന ക്രൂരയായ ഒരു സ്ത്രീ തന്നെയാണ് സയനൈഡ് മല്ലിക. സയനൈഡ് മല്ലിക ഇതുപോലെ ഒരുപാട് അമ്പലങ്ങളിൽ പോയി അവിടെ വരുന്ന സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ ആത്മീയതയുടെയും മന്ത്രത്തിന്റെയൊക്കെ പേര് പറഞ്ഞ് അവരെ വിഷമം മനസ്സിലാക്കിയിട്ട് തീർത്ഥജലം എന്ന പേരിൽ അവരെ ഏതെങ്കിലും അമ്പലത്തിൽ വരുത്തിച്ച് ഇത് കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൊല്ലപ്പെട്ടതിന് ശേഷം അവരെ സ്വർണ്ണോ ഇതൊക്കെ എടുത്ത് അവര് മുങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ ഒരു എന്താ പറയാ മോഡസ് ഓപ്പറാൻഡി. അതുപോലെ തന്നെ പിന്നെ ജോളി സയനൈഡ് നമുക്കറിയാം. ഈ കൂട്ടത്തായി ആ ഭാഗത്ത് നടന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ജോളിയുടെ ഇഷ്യൂ.
അതും ഇതുപോലെ തന്നെ സൈനൈഡ് വെച്ചിട്ടാണ് അവരെ ഫാമിലിയിൽ ഓരോരുത്തരെയും ഓരോ വർഷങ്ങളായിട്ട് കൊന്നു തള്ളിയത് അവരുടെ എന്താ പറയാ ലാഭത്തിന് വേണ്ടി, സ്വത്തിന്റെ അവിടെയുള്ള സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി. അത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പൊ ഈ സൈനൈഡ് വെച്ചിട്ട് ഇന്ത്യയിലുണ്ടായ ചില സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഏറ്റവും മാരകമായ ഒരു വിഷമാണ്. ഹിറ്റ്ലറുടെ കാലത്തൊക്കെ ഈ സൈനൈഡ് വെച്ചിട്ട് ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഹിറ്റ്ലറും ഭാര്യയും ആത്മഹത്യ ചെയ്ത് സൈനൈഡ് കഴിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ബോഡിയിൽ സൈനൈഡ് ഒരു അംശം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ വേലുപ്പിള്ള പ്രഭാകരന്റെ ഈ തമിഴ് പുലികളുടെ കഴുത്തിൽ എപ്പോഴും സൈനൈഡ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും മാരകമായ ഒരു വിഷയമാണ്. ഞാനിത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സൈനൈഡ് മുകളിൽ തുടങ്ങി, സൈനൈഡ് മല്ലികയിൽ വന്നു, ജോളിയിൽ വന്നു. ഈ ഒരു വിഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാരകമായ ഒരു വിഷയമാണ്. അത് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കും. അത്രയും മാരകമാണ്. അപ്പോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.